എന്നാൽ എല്ലാവരും പ്രതീക്ഷിച്ചത് വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിക്കാതെ സൗത്ത് ആഫ്രിക്ക ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു. ടൂർണമെന്റിൽ നിന്ന് ഇംഗ്ലണ്ട് നേരത്തെ പുറത്തായി. സൗത്ത് ആഫ്രിക്ക സെമിയിലേക്ക് ഉറപ്പിച്ചു. പോയിന്റ് ടേബിൾ 1-ാം സ്ഥാനത്ത് നിലനിർത്തി. നല്ല ഒരു പെർഫോമൻസ് സൗത്ത് ആഫ്രിക്കയുടെ ഭാഗത്ത്. 2023-ലാണെങ്കിലും ഇന്ത്യയിൽ നടന്ന വേൾഡ് കപ്പിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ ഇടയായിത്തീർന്നു. എന്നാൽ ട്രാവൽസെറ്റ് എന്ന ഹെഡേക്കിന്റെ മുമ്പിൽ സെമി ഫൈനൽ തോൽക്കുന്ന ഒരു സ്ഥിതിയാണ് കാണാൻ കഴിയുന്നത്. എന്നാൽ അതെല്ലാം മാറ്റി നല്ല രീതിയിലൊരു ബാറ്റിംഗ് പെർഫോമൻസും ഇന്ന് ജെയ്സനായാലും 3 വിക്കറ്റൊക്കെ എടുക്കാനിടയായത്. ഭേദപ്പെട്ട ഒരു ബോളിംഗും കാഴ്ചവെച്ചു. മഹാരാജിന് വിക്കറ്റ് കിട്ടുന്നത്, കേശവ് മഹാരാജിന് വിക്കറ്റ് കിട്ടുന്നതെന്ന പ്രയാസം ഉണ്ടായിരുന്നു ട്രൈ സീരീസിനകത്ത്. എന്നാൽ ആ പ്രയാസവും മാറി സ്പിന്നർക്കും ഫാസ്റ്റ് ബോളർക്കും ഒരേ രീതിയിൽ വിക്കറ്റ് കിട്ടി. എന്നാൽ തങ്ങൾ എഴുതി തള്ളാൻ പറ്റിയ ഒരു ടീമല്ല. ബാറ്റിങ്ങും ബോളിങ്ങും സൗത്ത് ആഫ്രിക്ക തിരിച്ചു വന്നു. ഇങ്ങനെ ഒരു പെർഫോമൻസ് ചെയ്യുകയാണെങ്കിൽ എന്തുകൊണ്ടും സെമിയിൽ ഏത് ടീമിനെ തോൽപ്പിക്കാൻ കഴിയും. ബാറ്റിങ്ങും ബോളിങ്ങും, ബാറ്റിംഗ് ഒരുവിധം അവർ ചെയ്യുന്നുണ്ട്. 300+ സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു ടീമാണ്. പക്ഷേ ആ ഡിഫെൻഡ് ചെയ്യാൻ കഴിയുന്നില്ല. ബോളിങ്ങിൻ്റെ ഒരു പര്യാപ്തത ഉണ്ടായിരുന്നു ആ ട്രൈ സീരീസ്, T20 സീരീസ് കളിക്കാൻ പോയപ്പോഴത്തേനും. പാകിസ്ഥാന് സൗത്ത് ആഫ്രിക്കയിൽ പോയി ODI കളിച്ചപ്പോഴും ചില ബോളിങ്ങിലെ ചില ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. എന്നാൽ ആ ലിമിറ്റേഷനെയൊക്കെ മാറ്റി വെച്ച് ബോളിങ്ങിലായാലും ബാറ്റിങ്ങിലായാലും ഒരേപോലെ ശോഭിക്കുന്നത് നമുക്കിന്ന് കാണാൻ കഴിഞ്ഞു. അങ്ങനെ ഇംഗ്ലണ്ട് ഔദ്യോഗികമായി ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് 3 കളിയും തോറ്റ് പുറത്തായിരിക്കുന്നു. പറയാനാണെങ്കിൽ ഒരു ബെൻഡക്കിന്റെ 150+ഉം ജോസ് റൂട്ടിന്റെ 120 ഉണ്ട്. എന്നാൽ ബാക്കി ആർക്കും ഭേദപ്പെട്ട ഒരു ഇന്നിങ്സോ ബാറ്റ് കൊണ്ട ബോൾ കൊണ്ടോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഹാരി ബ്രോക്ക്, ജെയിംസ് സ്മിത്ത്, ലിവിങ്സ്റ്റൺ, ഫിലിപ്പ് സാൾട്ട് ഇവരെല്ലാം ക്വസ്റ്റ്യൻ മാർക്കാണ്. ക്യാപ്റ്റനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സ്കോറൊന്നും ക്യാപ്റ്റൻ്റെ രീതിയിലും കാണിക്കാൻ കഴിഞ്ഞില്ല. ക്യാപ്റ്റൻസിയും വളരെ മോശമായിരുന്നു. ബോളിംഗ് നിരയും വളരെ മോശം ബോളിംഗ് നിര. ഒരു 350+ പോലും ഡിഫെൻഡ് ചെയ്യാൻ കഴിയാത്ത ഒരു ടീമായി ഇംഗ്ലണ്ട് മാറിക്കഴിഞ്ഞു. 2022 T20 വേൾഡ് കപ്പിൽ ഇന്ത്യയെ സെമിയിൽ തോൽപ്പിച്ച ക്യാപ്റ്റൻ ഒരു വിക്കറ്റ് പോലും നഷ്ടപ്പെടാതെ 170+ സ്കോർ ഗെയിൽസിന്റെ കൂടെ കൂടി ഇന്ത്യ നാണം കെടുത്തിയ ക്യാപ്റ്റൻ. 2022 വേൾഡ് കപ്പ് പാകിസ്ഥാനെ തോൽപ്പിച്ച ജോസ് ബട്ട്ലർ എന്തായാലും ഇംഗ്ലണ്ടിന്റെ ക്യാപ്റ്റൻസിയിൽ നിന്നും, വൈറ്റ് ബോൾ ക്യാപ്റ്റൻസിയിൽ നിന്ന് വിരമിച്ചിരിക്കുന്നു. നോക്കുവാണെങ്കിൽ 2023 മുതൽ വേൾഡ് കപ്പ് മുതൽ ഇതുവരെ നോക്കുവാണെങ്കിൽ വളരെ ദയനീയമായ പെർഫോമൻസ് ആണ് ഇംഗ്ലണ്ടിന്റെ ODI 2020 നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നോക്കുവാണെങ്കിൽ ഇന്ത്യയിൽ വെച്ച് നടന്ന 3 മാച്ചും ഇവിടെ വെച്ച് 6 മാച്ച് കണ്ടിന്യൂസ് തോറ്റു. ഇന്ത്യയിൽ വെച്ച് നടന്ന മത്സരത്തിലെ ചിലപ്പോൾ ബോളിങ്ങിൽ അവരുടെ കൺസേൺ ഉണ്ടായിരുന്നില്ല. ബോളിങ്ങിൽ അത്ര പോരാ. പൊതുവെ ഒരുവിധം ബാറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു ടീമാണ്. എന്നാൽ അതുപോലെ തന്നെ അവർ വിചാരിച്ച പോലെ ബാറ്റിങ്ങിന് ചെയ്യാൻ കഴിഞ്ഞു. എന്നാൽ വേണ്ടത്ര ബോളിങ്ങിനോ സ്കോറോ ഒന്നും ഡിഫെൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. അഫ്ഗാനിസ്ഥാനോട് പോലും തോൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അഫ്ഗാനിസ്ഥാനെതിരെ സുഖമായി ജയിക്കാവുന്ന ഒരു മത്സരമായിരുന്നു. ഇന്നും കൂടി ജയിച്ചിരുന്നെങ്കിൽ കളി വേറൊരു രീതിയിലേക്ക് പോകാമായിരുന്നു, ടൂർണമെന്റിൽ നിലനിൽക്കാമായിരുന്നു. എന്നാൽ ബാഡ് ലക്ക് എന്ന് പറയാൻ തോറ്റ് പുറത്തായി. ഇനി എന്തായാലും സൗത്ത് ആഫ്രിക്ക പോയിന്റ് ടേബിൾ 1-ാമതും ഓസ്ട്രേലിയ പോയിന്റ് ടേബിൾ 2-ാമതും. നാളെ നടക്കുന്ന മത്സരം ഇന്ത്യ ന്യൂസിലാൻഡ്. ഏകദേശം നാളത്തോടെ പോയിന്റ് ടേബിൾ കൺഫേം ആവും. ആരാണ് 1-ാം സ്ഥാനത്ത്, ആരാണ് 2-ാം സ്ഥാനത്ത് കൺഫേം ആവും. ഇന്ത്യ ന്യൂസിലാൻഡിനെ തോൽപ്പിക്കുകയാണ് ഇന്ത്യ 1-ാം സ്ഥാനത്ത് പോകും. 2-ാം സ്ഥാനത്തുള്ള ഓസ്ട്രേലിയയുമായി ഇന്ത്യ 4-ാം തീയതി സെമി കളിക്കും. ഇന്ത്യയെ സംബന്ധിച്ചോളം 4-ാം തീയതിയാണ് സെമി. ഇന്ത്യക്ക് ഒറ്റൊരു ദിവസമുള്ള റെസ്റ്റ്. അതുകൊണ്ട് നാളെയും കൺസേൺസ് ഉണ്ട്. ഷാമി കളിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയില്ല. രോഹിത് ശർമ്മയുടെ ഇഞ്ചുറി അറിയില്ല. ഗില്ലാണോ ക്യാപ്റ്റൻ എന്നറിയില്ല. എന്ത് തന്നെ ആയിരുന്നാലും ഇന്ത്യയെ സംബന്ധിച്ചോളം ഒരു ടെസ്റ്റിംഗ് പീരീഡ് തന്നെയാണ്. നല്ല രീതിയിൽ തുടങ്ങി അവസാനം ആയപ്പോഴത്തേക്കും ഇഞ്ചുറി കൺസേൺ. ക്യാപ്റ്റന്റെ ഒരു ഇന്നിങ്സ് എന്തുകൊണ്ട് രോഹിത് ശർമ്മയെ സംബന്ധിച്ച് നല്ലൊരു ക്യാപ്റ്റനാണ്. ODI ഫോർമാറ്റിൽ നമുക്ക് എഴുതിത്തള്ളാൻ കഴിയാത്തൊരു ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മ. അതുപോലെ തന്നെ രോഹിത് ശർമ്മ കൊടുക്കുന്ന സ്റ്റാർട്ട്, ആദ്യത്തെ 10 ഓവർ രോഹിത് ശർമ്മ കൊടുക്കുന്ന സ്റ്റാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നലെ തന്നെ അഫ്ഗാനിസ്ഥാനെതിരെ നടന്ന മത്സരത്തിൽ ഷോട്ടും ഹെഡും എങ്ങനെയാണ് ആ 10 ഓവർ യൂട്ടിലൈസ് ചെയ്തതെന്ന് കണ്ടാൽ തന്നെ അറിയാം. 10 ഓവറിൻ്റെ ഇമ്പോർട്ടൻറ്റ് ബാറ്റിംഗ് പവർ പ്ലേ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു അതനുസരിച്ചായിരിക്കും തുടർന്നുള്ള ബാറ്റ്സ്മാൻമാർക്ക് സ്കോർ ഈസി ചെയ്യാൻ പറ്റുന്നതും അവർക്ക് പ്രഷർ കൂടാതെ കളിക്കാൻ കഴിയുന്നത്. എന്നാൽ ഗില്ലിനെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു അഗ്രസീവ് ക്രിക്കറ്ററൊന്നും അല്ല.
എന്നാൽ ഭേദപ്പെട്ട ഒരു ഇന്നിങ്സ് കളിക്കും. എന്നാൽ രാഹുലായിരിക്കാം നാളെ രോഹിത് ശർമ്മയുടെ അഭാവത്തിൽ ഓപ്പൺ ചെയ്യുക. രാഹുലിനെ സംബന്ധിച്ചോളം ഒഡിഐയിലും ട്വന്റിയിലും ടെസ്റ്റിലൊക്കെ ഓപ്പൺ ചെയ്തുള്ള പരിചയം ഉണ്ടായതുകൊണ്ട് രാഹുലായിരിക്കാം നാളെ ശുഭ്മൻ ഗില്ലിലൂടെ ഓപ്പൺ ചെയ്യുക. ഋഷഭ് പന്ത് മേ ബി നമ്പർ 5 നമ്പർ 6 വന്നേക്കാം. ഷാമിക്ക് പകരം അർഷ്ദീപ് സിംഗ് കളിക്കാനായിരിക്കും ചാൻസ്. 4 5 ലെഫ്റ്റ് ഹാൻഡർ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കോൺവേ ഉണ്ട്, ലാഥമുണ്ട്, രച്ചിൻ രവീന്ദ്രയുണ്ട്, സാർട്ടനുണ്ട്. ഇവരൊക്കെ ലെഫ്റ്റ് ഹാൻഡർ ഉണ്ട്. അതുകൊണ്ട് നാളെ എൻ്റെ അഭിപ്രായത്തിൽ വരുൺ ചക്ര കളിച്ചാൽ നല്ലതായിരിക്കും. ലെഫ്റ്റ് ഹാൻഡർക്കെതിരെ റൈറ്റ് ഹാൻഡ് ബോളർ എന്തുകൊണ്ട് ടീം നല്ലതായിരിക്കാം. എന്നാലും നാളെ ന്യൂസിലാൻഡിൽ തോൽപ്പിച്ച് ഓസ്ട്രേലിയക്കെതിരെ സെമി പോരാട്ടത്തിന് ഇറങ്ങട്ടെ. ടീമിലെല്ലാവരും നല്ല ഫിറ്റായിരിക്കട്ടെ. ഗില്ലിന്